ദേവിയെ പുറത്താക്കി കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അതിനു മുമ്പ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങൾ ചുരുക്കി ഒന്ന് പറയാട്ടോ. അപ്പോൾ ഇപ്പോൾ ഉദയഭാനു കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടതോടുകൂടി കരഞ്ഞ് അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ബാലന്റെ മുമ്പിൽ. മുഴുവൻ തെറ്റും ഞാനാ ചെയ്തത് ബാല, ശിക്ഷിക്കുകയാണെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ, എന്റെ മോളെ ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉദയഭാനു. ഇങ്ങനെയൊക്കെ കരഞ്ഞ് ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഇറക്കിയാലേ ബാലന്റെ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നന്നായിട്ട് ഉദയഭാനുവിന് അറിയാം. അതുകൊണ്ടുള്ള അഭിനയമാണ് ഇതൊക്കെ കേട്ടോ. എൻ്റെ മോൾക്ക് പഠിപ്പില്ല, പോരാതെ അവളുടെ ജാതകത്തിൽ ചെറിയൊരു ദോഷവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോളെ ഞാൻ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടാനാണ്? വന്ന ആലോചനകളൊക്കെ ഇതൊക്കെ പറഞ്ഞ് മുടങ്ങിപ്പോയി. അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് 4 നുണ പറഞ്ഞ് ഈ കല്യാണം നടത്തിയത്. അല്ലാതെ എൻ്റെ മോൾക്ക് ഒരു കുറവുമില്ല. അവൾ നല്ല കുട്ടിയാണ്, ഞങ്ങൾ നന്നായിട്ടാണ് വളർത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എന്തൊക്കെ പറഞ്ഞ് അഭിനയിച്ചാലും അവസാനം ബാലൻ പറയാണ്, എന്നെ പറ്റിച്ച ഉദയഭാനുവിൻ്റെ മകള് ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് പറയാണ്. ഗോമതിയും അതേ തന്നെയാണ് പറയുന്നത്. അപ്പോൾ കൂടെ ആകാശും ആര്യനും ഒക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഈ അച്ഛൻ നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര കരഞ്ഞാലും എത്ര മാപ്പ് പറഞ്ഞാലും ആ പോയ വിശ്വാസം തിരിച്ചു വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ കൂടെ ദേവി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ശനിയാഴ്ച മെഗാ എപ്പിസോഡ് ഉണ്ട്. ആ എപ്പിസോഡിലായിരിക്കും ദേവിയെ പുറത്താക്കി ഡോർ അടിക്കുന്നതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദേവി സ്വന്തം വീട്ടിലേക്ക് പോയതിനു ശേഷം ദേവിക്ക് ഊണുമില്ല ഉറക്കവുമില്ല, വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ, ഇതെന്റെ വീടല്ല, എൻ്റെ വീട് ദേവമംഗലമാണ്, ഞാൻ അവിടെയാണ് കഴിയേണ്ടത്, എൻ്റെ ആനന്ദേട്ടനും അച്ഛനും അമ്മയൊക്കെ അവിടെയാണ് ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ശ്രീകല ഭക്ഷണം കഴിക്കുമോളെ, ഈ ജ്യൂസെങ്കിലും കുടിക്കുമോളെ, നീ അവസാനമായിട്ട് ഭക്ഷണം കഴിച്ചത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, ഒന്ന് സമാധാനപ്പെടുമോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ദേവി ഒന്നും കഴിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ദേവിയുടെ അനിയത്തി ശ്രീവിദ്യ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രീവിദ്യ അച്ഛനും അമ്മയും ഒന്നും കാണാതെ പതുക്കെ ദേവിയോട് വന്ന് പറയാണ്, ചേച്ചി ഇപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് ചേച്ചിക്ക് അറിയോ? നമ്മുടെ ഈ അച്ഛനെയും അമ്മയെയും നമ്മൾ വിശ്വസിക്കുന്നതാണ്, അവരെ അനുസരിക്കുന്നതാണ്. ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാരും മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെയല്ല, ഇവരെ നമ്മൾ ഒരിക്കലും അനുസരിക്കരുതായിരുന്നു. അതാണ് ചേച്ചിക്ക് പറ്റിയ തെറ്റ്. ഇതിപ്പോൾ ആനന്ദേട്ടന്റെ വീട്ടുകാരെയോ ആനന്ദേട്ടനെയോ കുറ്റം പറയാൻ കഴിയോ? നമ്മൾ ചെയ്തതും അത്ര വലിയ തെറ്റല്ലേ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകല അപ്പുറത്തുനിന്ന് ഓടി വരികയാണ്. എടി എന്തൊക്കെയാണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങോട്ട് എണീറ്റ് പോടി എന്നൊക്കെ പറഞ്ഞ് വിദ്യയെ അവിടുന്ന് പറഞ്ഞു വിട്ട ശേഷം ദേവിയോട് പറയാണ്, മോള് വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് നിനക്ക് ദേവമംഗലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയും, നിന്റെ ജീവിതം നിനക്ക് തിരിച്ചു കിട്ടും, അമ്മയെ വിശ്വസിക്കും മോളെ എന്നൊക്കെ പറയുമ്പോൾ, എന്ത് വിശ്വാസം അമ്മേ, നിങ്ങളുടെ വാക്ക് കേട്ടല്ലേ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഇരിക്കുന്നത്. വിദ്യ പറഞ്ഞത് ശരിയല്ലേ? അവിടെ വെച്ച് ബാലച്ചനും അതേ കാര്യം തന്നെയല്ലേ പറഞ്ഞത്? എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്ന് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളി വിടുമായിരുന്നോ നിങ്ങൾ എന്നൊക്കെ ദേവി ചോദിക്കുമ്പോൾ, ശ്രീകല ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഉദയഭാനുവിനെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇയാളാണ്, ഈ മനുഷ്യനാണ് എല്ലാത്തിനും കാരണം. നിങ്ങളോട് ആരാ ഗോമതി സ്റ്റോറിൽ പോയി പണം മോഷ്ടിക്കാൻ പറഞ്ഞത്? നിങ്ങൾ മോഷ്ടിച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇവളുടെ പഠിപ്പിന്റെ കാര്യമോ നമ്മളുടെ ഈ സ്റ്റേറ്റസിന്റെ കാര്യമോ ഒക്കെ അവരെങ്ങനെയെങ്കിലും അറിഞ്ഞതായിരുന്നെങ്കിലും അവരെ അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാമായിരുന്നു. ഇതിപ്പോൾ അവരുടെ കടയിൽ തന്നെ കയറി പണം മോഷ്ടിച്ചിട്ട് വന്നിട്ട് കള്ളൻ എന്നുള്ള പേര് വാങ്ങിച്ചുകൊണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പണം കൊണ്ടുവരുമ്പോൾ അത് എവിടെ നിന്നാണ് എന്താണെന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉദയഭാനുവിന് ആകെ കുറ്റബോധം തോന്നുകയാണ്. എന്നിട്ട് ഉദയഭാനു ദേവിയോട് പറയുന്നുണ്ട്, മോളെ, ഈ അച്ഛനെ മോൾ ഒരിക്കൽ കൂടെ വിശ്വസിക്കുക. കുറച്ച് ദിവസം കൂടിപ്പോയാൽ ഒരാഴ്ച, അതിനുള്ളിൽ അവിടെ നിന്ന് ആനന്ദും ബാലനും ഗോമതിയും കൂടെ വന്ന് നിന്നെ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോയിരിക്കും. അതിനുവേണ്ടി അച്ഛൻ എന്തും ചെയ്യും, അച്ഛനെ വിശ്വസിക്കും മോളെ എന്നൊക്കെ പറയുമ്പോൾ, ചെയ്തിടത്തോളം ഒക്കെ മതി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ദേവി. അങ്ങനെ ഇതേ സമയം അവിടെ ദേവമംഗലത്ത് ഇവരൊക്കെ ഇറങ്ങി പോയതിനു ശേഷം ആനന്ദ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാലൻ ആനന്ദിനോട് വന്ന് പറയുന്നുണ്ട്, മോനെ, അച്ഛന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാ തെറ്റും അച്ഛൻ്റെയാണ്, അച്ഛനാണ് എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറയുമ്പോൾ ആകാശ് പറയാണ് കേട്ടോ, ഇപ്പോഴെങ്കിലും അച്ഛനത് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും തിരിഞ്ഞിങ്ങനെ ആകാശിനെ നോക്കുകയാണ്. എന്നിട്ട് ഗോമതി പറയുന്നുണ്ട്, ആകാശേ മിണ്ടാതിരുന്നേ എന്ന് പറയുമ്പോൾ ആകാശ് പറയാണ്, അല്ലമ്മേ, ഞാനും ആര്യനും അച്ഛൻ്റെ സമ്മതം ഇല്ലാതെ വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങളോട് എന്തൊക്കെയാണ് അച്ഛൻ ചെയ്തത്? മീനുവിനോടും മിത്രയോടൊക്കെ എന്താ ചെയ്തത്? ഇവരോടുള്ളതിനേക്കാൾ ഒരു പ്രത്യേക സ്നേഹം ദേവി ഇടത്തിയോട് കാണിച്ചു. അങ്ങനെയൊക്കെ അച്ഛൻ എന്തുമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവരെ. അച്ഛൻ എപ്പോഴും ശരിയാണ് എന്നുള്ളൊരു തോന്നൽ അച്ഛൻ ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛനും തെറ്റു പറ്റും എന്നുള്ള കാര്യം അച്ഛൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ മീനു പറയാണ്, ആകാശേ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോമതി പറയാണ്, ആകാശേ, അല്ലെങ്കിൽ തന്നെ ബാലേട്ടൻ വിഷമിച്ചിരിക്കുകയാണ്, ഇനിയിപ്പോൾ നീ ആയിട്ട് ഓരോന്ന് പറഞ്ഞ് ബാലേട്ടൻ്റെ വിഷമം കൂട്ടരുത് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ആകാശം മിണ്ടാതിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആനന്ദ് അച്ഛനോട് പറയാണ്, അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്, എനിക്ക് ദോഷം വരാൻ വേണ്ടി
വേണ്ടി അച്ഛൻ ഒന്നും ചെയ്തില്ല. എനിക്ക് നന്മ വരണം, എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടണം എന്ന് മാത്രമേ അച്ഛൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ അവര് എല്ലാവരെയും കൂടെ ചതിക്കുമെന്ന് അച്ഛനും അറിയില്ലല്ലോ. ഇതിലിപ്പോൾ അച്ഛൻ്റെ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒന്നും വിചാരിച്ച് അച്ഛൻ വിഷമിക്കേണ്ട. അമ്മയോടും കൂടിയിട്ടാ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും എന്നെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. എനിക്കിപ്പോൾ നല്ല സമാധാനം ഉണ്ട് അച്ഛാ. ഇത്ര കാലം അവളുടെ കൂടെ ശ്വാസം മുട്ടിയാ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് നല്ല സമാധാനമുണ്ട്. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദിന്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ആനന്ദ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ടാണ് ബാലന് ഒന്നുകൂടെ വിഷമം സഹിക്കാൻ പറ്റാത്തത്. ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മകനാണ് ആനന്ദ്. ആ ആനന്ദിന് വേണ്ടി അച്ഛനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള കുറ്റബോധമാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ശ്രീകല ദേവിയുടെ വീട്ടിൽ ദേവിയെ നോക്കുമ്പോൾ കാണാനില്ല. രാവിലെ തന്നെ ഇവളിത് എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ് ഉദയഭാനുവിനോട് ചോദിക്കുമ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, വീടിനകത്തിരുന്ന് വിഷമം സഹിക്കാൻ പറ്റാതെ പുറത്തെങ്ങോട്ടെങ്കിലും നടക്കാനോ മറ്റോ ഇറങ്ങിയതായിരിക്കും, അവളിങ്ങ് വരും എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോമതി ശ്രീകലയെ വിളിക്കുകയാണ് കേട്ടോ. ഗോമതിയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഗോമതി പറയാണ്, രാവിലെ തന്നെ നിങ്ങളുടെ മോൾ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്, മര്യാദയ്ക്ക് വന്ന് ഇവളെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഗോമതി ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകല ദേവി മോള് ദേവമംഗലത്ത് എത്തിയെന്ന്, നിങ്ങൾ വന്നേ നമുക്ക് വേഗം അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിന് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ദേവിക്ക് സ്വന്തം വീട്ടിലിരുന്ന് ഇരിപ്പുറയ്ക്കാതെ ദേവി നേരം വെളുക്കുന്നതിന് മുമ്പേ ദേവമംഗലത്ത് എത്തി അവിടെ അടച്ചിട്ട ഡോറിന്റെ ഫ്രണ്ടിൽ കാവലിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ കോലം വരയ്ക്കാനും മുറ്റമടിക്കാനൊക്കെ വരുന്ന മീനും മിത്രയും ഇത് കണ്ടിട്ട്, അമ്മേ ഇത് വന്ന് നോക്കിയേ, ആരെ വന്നിരിക്കുന്നത് നോക്കിയേ എന്ന് പറയുമ്പോൾ ഗോമതി വന്ന് നോക്കുകയാണ്. അങ്ങനെ ഈ ദേവിയെ കണ്ട ഉടനെ ഗോമതി അങ്ങോട്ട് ഷൗട്ട് ചെയ്യാണ് കേട്ടോ, രാവിലെ തന്നെ ഞങ്ങളുടെ മനസമാധാനം കളയാൻ വന്ന് ഇരിക്കുകയാണോ നീ? എന്തിനാണ് ഇവിടെ ഇരുന്ന് മോങ്ങുന്നത്? ഇറങ്ങി പോടി, നിന്റെ വീട്ടിലേക്ക് പോടി, ഇറക്കി വിട്ടതല്ലേ നിന്നെ എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ അങ്ങനെയൊന്നും പറയരുത് അമ്മേ, എൻ്റെ വീട് ഇതല്ലേ, ഞാൻ ഇവിടെയല്ലേ കഴിയേണ്ടത്, ആനന്ദേട്ടാ ഒന്ന് വാ ആനന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ ഗോമതി വേഗം പോയി ഉദയഭാനുവിനെയും ശ്രീകലയും വിളിക്കുകയാണ്. ഇവളോട് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകലയെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ എന്ന് പറയുന്നതുകൊണ്ട് അവർ വേഗം ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ വന്ന് നോക്കുമ്പോൾ ദേവി ഇങ്ങനെ കരഞ്ഞ് എല്ലാവരുടെയും കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ശ്രീകലയ്ക്കും ഉദയഭാനുവിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ പറയാണ്, എൻ്റെ മോളെ ഇത്രയ്ക്കൊക്കെ കരയിക്കാൻ അവൾ അത്ര വലിയ തെറ്റൊക്കെ ചെയ്തോ? ഞങ്ങളുടെ വാക്ക് കേട്ട് അവൾ 4 കള്ളം പറഞ്ഞു, അത് നിങ്ങളെ കൊണ്ട് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ, ഇത്രയ്ക്കൊക്കെ അവളെ കരയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ശ്രീകല ഇങ്ങനെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ നിന്ന് നാടകം കളിക്കാതെ ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലനും ആനന്ദും അകത്തുനിന്ന് വരികയാണ് കേട്ടോ. എന്നിട്ട് ബാലൻ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പറയാനുള്ളതെല്ലാം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇനി എനിക്ക് ഒന്നും പറയാനില്ല, ഒന്നും കേൾക്കാനുമില്ല, ഇറങ്ങിപ്പൊയ്ക്കോ, ഇവളെ ഇനി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവി ഓടി വന്ന് ബാലന്റെ കാല് പിടിക്കുകയാണ്. എന്നിട്ട്, ബാലച്ച എന്നോട് ക്ഷമിക്കൂ ബാലച്ച, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നോളൂ, ഞാൻ സ്വീകരിക്കാം, പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ മാത്രം പറയരുത്, നിങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ദേവി ഇങ്ങനെ കരഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ആനന്ദ് പറയാണ്, ഇപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എൻ്റെ മരണത്തിന് കാരണം നിങ്ങളാണെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രീകല പറയാണ്, നിങ്ങൾ ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മോള് 4 കള്ളം പറഞ്ഞു, ഞങ്ങൾ തെറ്റ് ചെയ്തു, സമ്മതിച്ചു, പക്ഷെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് അതിനേക്കാൾ വലിയ തെറ്റല്ലേ? പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ മോളെ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അതോടുകൂടി തീരുന്നതാണോ ആനന്ദും ഇവളും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആനന്ദ് പറയാണ്, അതെ തീർന്നു, മുഴുവനായിട്ട് അധികം വൈകാതെ ഞാൻ തീർക്കാൻ പോവുക, ഞാനൊരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ട്, അധികം വൈകാതെ നിങ്ങളുടെ കയ്യിൽ അത് കിട്ടും, അതിൽ ഒപ്പിട്ട് തന്നാൽ മാത്രം മതി, അതോടുകൂടി തീരും എല്ലാം എന്നൊക്കെ പറയുമ്പോൾ, ഡിവോഴ്സോ എന്നൊക്കെ പറഞ്ഞ് ഇവർ വീണ്ടും ബഹളം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്യുതൻ കയറി ഇടപെടുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെയും കൂടെ വീട്ടുമുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ഇടപെടാൻ വരികയാണ്. അങ്ങനെ ഇവരോട് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രീകലയോടും ഉദയഭാനുവിനോടും, നിങ്ങൾ ഈ പ്രശ്നമൊന്നും ഇതോടെ വിടരുത്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, അവിടെ പോയി നിങ്ങളുടെ മോളെ പീഡിപ്പിച്ചു, നിങ്ങളുടെ മോളെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇവിടെയുള്ളവരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ, എന്നാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നതുകൊണ്ട് കൂടെ ആനന്ദിനെ കുറിച്ച് കുറേയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവസാനം സഹിക്കാൻ പറ്റാതായ ബാലൻ അച്യുതന്റെ നെഞ്ചത്ത് ചവിട്ടുകയാണ് കേട്ടോ. അങ്ങനെ അച്യുതൻ അവിടെ വീണ് കിടക്കുന്നു. ആനന്ദ് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ട് ഇവർക്ക് തിരിച്ചു പോകാതെ വേറെ വഴിയില്ല. അങ്ങനെ ആവുമ്പോൾ അവസാനം മകളുടെ ജീവിതത്തിന് വേണ്ടി ഈ ശ്രീകലയും ഉദയഭാനുവും ചേർന്ന് അത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അച്യുതൻ പറഞ്ഞ അതേ കാര്യം തന്നെ, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക, ആനന്ദിന്റെ പേരിലും ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ പേരിലും കേസ് കൊടുക്കുക. അപ്പോൾ ആ കേസിന് ഭയന്നിട്ടെങ്കിലും ഇവര് തിരിച്ച് ദേവിയെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഉദയഭാനുവിന്റെ പ്രതീക്ഷ. പക്ഷെ അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. പ്രശ്നം വീണ്ടും കുറെ വഷളാവാനാണ് പോകുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.